ഹായ് ഹലോ. പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ സി വി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. ഞാൻ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആസ് എ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ സി വി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്പനിയിൽ അയക്കുമ്പോൾ എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലും കാണാതെ നിങ്ങളെ പറ്റിയിട്ട് വിലയിരുത്തുന്ന ഒരു പീസ് ഓഫ് പേപ്പറിന്റെ ഡോക്യുമെന്റിനെയാണ് നമ്മൾ പറയുന്നത് സി വി എന്നുള്ളത്, അല്ലെ? അതായത് നിങ്ങളവിടെ പോയിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല, നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതിനു മുന്നേ നിങ്ങൾ എന്താണെന്ന് ആൾക്കാർ വിലയിരുത്തുന്ന ഒരു സാധനമാണ് സി വി. സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷൂ വാങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാൻ പോവാണ്. നിങ്ങൾ ഈ കാറിനെ അല്ലെങ്കിൽ ഷൂവിനെ അല്ലെങ്കിൽ ഫോണിനെ ആദ്യം ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് അവർ ആഡായിട്ട് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും, അല്ലെ? അതായത് സോഷ്യൽ മീഡിയ ഇതിലൊക്കെ നിങ്ങൾക്ക് ആഡുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ സംതിങ് പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. അതിന്റെ സ്പെക്കും ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അതനുസരിച്ച് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ പോയി നോക്കുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ആ ഒരു സാധനത്തിന് ആദ്യം ഇഷ്ടപ്പെടുന്നത് സംതിങ് പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, അല്ലെ? ടച്ച് ആൻഡ് ഫീൽ നെക്സ്റ്റ് ടൈമിലാണ് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സി വി എന്ന് പറയുന്നത് നിങ്ങളെ വിലയിരുത്തുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ, എൻ്റെ കമ്പനിയിൽ ഞാനൊരു ജോബ് ഇട്ടെന്ന് വെച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ QS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇട്ട് വെച്ചു. എനിക്ക് ഒരു 24 hours അല്ലെങ്കിൽ മാക്സിമം 72 hours എനിക്ക് കിട്ടുന്ന സി വിയുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 3000+ സി വി കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, എനിക്ക് കിട്ടുന്ന സി വി എന്ന് പറയുന്നത് 3000 എബോവ് ഉള്ള നമ്പേഴ്സിലായിരിക്കും എനിക്ക് സി വി കിട്ടുക. ഓക്കെ, സോ ഇത്രയും സി വി ആസ് എ കമ്പനി ഞാൻ ഒരിക്കലും മാനുവലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർസിൽ ഉപയോഗിച്ചിട്ട് അതിൽ കീവേഡ്സ് ഉണ്ട്. ഇപ്പൊ QS എന്ന് പറഞ്ഞ ജോബിലേക്കാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കീവേഡ്സ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ BOQ, QTO, ഇങ്ങനെ കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കീവേഡ്സ് ഈ സി വിയിൽ ഉണ്ടോ എന്നുള്ളത് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് ഫിൽട്ടർ കഴിഞ്ഞാൽ കിട്ടുന്ന സി വിയുടെ നമ്പർ എന്ന് പറയുന്ന ഒരു 200 ആ റേഞ്ചിലാണ് നമ്പർ കിട്ടുക. ദാറ്റ് മീൻസ് 2800 സി വി ഫസ്റ്റ് ഫിൽട്ടറിൽ തന്നെ ഔട്ടായിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യണം, നിങ്ങൾ ഈ 2800 വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ 200 വരുന്നത് ഫസ്റ്റ് ഫിൽട്ടറിൽ പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ ഒരു ഫിൽറ്ററും കൂടി ചെയ്യും. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ആയിട്ടാണ് ഞാൻ ഈ ഫിൽറ്ററിങ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൊളീഗ്സിൻ്റെ അടുത്ത് നമ്മൾ പറയും, ഈ 200 സി വി ഞാൻ ഒരു 10 ആൾക്കാർക്ക് 20 എണ്ണം വെച്ച് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ആ ഒരു സി വി നോക്കിയിട്ട് ഒരു 30 സെക്കൻഡ് മാക്സിമം, ഓക്കെ, 30 സെക്കൻഡ് കൊണ്ട് ആ ഒരു സി വി ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി പറയും. ഓക്കെ, ഈ ഒരു 30 സെക്കൻഡ് ഇവാലുവേഷൻ ആണ് നമുക്ക് സെക്കൻഡ് ഫിൽട്ടർ ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ ഒരു സെക്കൻഡ് ഫിൽട്ടർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന സി വിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 15 to 30 നമ്പറാണ്. ഓക്കെ, ബാക്കിയുള്ള ഓൾമോസ്റ്റ് 170 സി വി കട്ടായി. ഓക്കെ, സോ ഈ 15 to 30 നമ്പറിലെ ആൾക്കാരെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിന് വിളിക്കുക. ഓക്കെ, സോ നിങ്ങളെ ഒരാൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടെങ്കിൽ യു ആർ ദ 30 divided by 3000 എത്രയാണ് വരിക? I believe 0.1%, right? 1%, sorry, 1% ആണ് വരിക, അല്ലെ? സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളെ സി വി വെച്ചിട്ട്
നിങ്ങൾ കമ്പനിയിലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ടോപ്പ് 1% ആവുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരാളൊരു ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു സാധനമല്ല. യു ആർ ദ 1% ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ ആൾക്കാർ കമ്പനീസ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഈ 3000 2800 അല്ലെങ്കിൽ 170 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളും ഇന്റർവ്യൂവിന് പോലും വിളിക്കില്ല. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CV എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമം ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം ചിന്തിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് കീവേഡ്സ് വരുന്നുണ്ടോ എന്നുള്ളത്, ആൻഡ് ഒരു 30 സെക്കൻഡിനുള്ളിൽ ഒരു ഇൻഡിവിജ്വൽ നിങ്ങൾ CV കണ്ടു കഴിഞ്ഞാൽ ഇംപ്രസ്ഡ് ആണോ എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും 1% ഇൻ ദ മാർക്കറ്റ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1% ആവണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുള്ളൂ. ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ CV എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രൊഫഷണലായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്തിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും നല്ല ജോബുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.